ഫലത്തിൽ ജയിച്ചിട്ടും സാക്ഷാൽ മെസ്സിയെയും അർജന്റീനയെയും കോടിക്കണക്കിന് ആരാധകരെയും തോൽപ്പിച്ചത് ആ മാന്ത്രികനായിരുന്നു. ഗാലറിയിലിരുന്ന് ഭസ്മമോദി ദുർമന്ത്രവാദം നടത്തിയ ആ ആഫ്രിക്കൻ മായാജാലക്കാരനല്ല, മറിച്ച് കേപ്പ് വെർദെ എന്ന ആ കൊച്ചു ദ്വീപുരാഷ്ട്രത്തിന്റെ 40-കാരൻ കാവൽക്കാരൻ ജോസിമർ ഡയസ് എന്ന വൊസിഞ്ഞ. അയാളുടെ മാന്ത്രിക കരങ്ങൾക്കും ചടുല വേഗങ്ങൾക്കും മുന്നിലാണ് ശരിക്കും അർജന്റീന തളർന്നത്. ആവേശത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും 120 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പാടുപെട്ടത്. സ്കോർ ബോർഡിൽ അർജന്റീന ജയിച്ചതായി എഴുതി കാണിച്ചിട്ടുണ്ടാകാം, പക്ഷേ കളി കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തത് അർജന്റീനയുടെ തന്ത്രങ്ങളല്ല, മറിച്ച് 120 മിനിറ്റോളം നീലപ്പടയെ ശ്വാസം മുട്ടിച്ച വൊസിഞ്ഞ എന്ന 40-കാരന്റെ മാന്ത്രികതയായിരുന്നു. മത്സരശേഷം മെസ്സിയും മറ്റു അർജന്റീനിയൻ താരങ്ങളും വൊസിഞ്ഞയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അത് കേപ്പ് വെർദെ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ നിമിഷമായി മാറി. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന് തോൽവിയിലും താരം താൻ തന്നെയാണെന്ന് വൊസിഞ്ഞ തെളിയിച്ചു. നന്ദി കേപ്പ് വെർദെ, നന്ദി വൊസിഞ്ഞോ, ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കളി കാഴ്ചവെച്ചതിന്.